നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിത ബുദ്ധിനാ. കർണന്റെ മുഖത്തിൽ ദുര്യോധനന് അർപ്പിക്കപ്പെട്ടതായ പ്രോത്സാഹനത്തിന്റെ പ്രകാശം വളരെയേറെ പ്രകടമായിരുന്നു. കർണൻ ദുര്യോധനെ പ്രോത്സാഹിപ്പിക്കുന്നു, ദുര്യോധനൻ കർണനെ പ്രോത്സാഹിപ്പിക്കുന്നു. രണ്ടുപേരും ചേർന്ന് ശകുനിയെ പ്രോത്സാഹിപ്പിക്കുന്നു, ശകുനി അവരെ രണ്ടുപേരെയും പ്രോത്സാഹിപ്പിക്കുന്നു. അവിടെ നടക്കുന്ന സംഭവങ്ങൾ രാജാവിനെ സന്തോഷിപ്പിക്കുന്നു, സജ്ജനങ്ങളെ കരയിക്കുന്നു. ഇതാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. ദുശാസൻ ഉടനെ തന്നെ അന്തപുരത്തിലേക്ക് ഓടിച്ചെന്നു. പാഞ്ചാലി പറഞ്ഞു, എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകരുത്. പാഞ്ചാലിയുടെ തലമുടിക്ക് പിടിച്ചാണ് ദുശാസനൻ സഭാഗൃഹത്തിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുവരാൻ തുടങ്ങുന്നത്. എന്നെ കൊണ്ടുപോകരുത്, രജസ്വലയാണ്. അന്നത്തെ രീതി അനുസരിച്ചിട്ട് സാധാരണ സ്ത്രീകളാരും സഭാഗൃഹത്തിലേക്ക് വരില്ല. വിശേഷിച്ചും ഇങ്ങനെ രജസ്വലയായിരിക്കുന്ന അവസരത്തിൽ ഒരിക്കലും പാടില്ല. രജസ്വലയാണ് ഞാൻ, ഏകവസ്ത്രധാരിണിയാണ് ഞാൻ. അതുകൊണ്ട് എന്നെ വലിച്ചഴച്ച് അന്തഃപുരത്തിൽ നിന്ന് സഭാഗൃഹത്തിലേക്ക് കൊണ്ടുപോകരുത്. ഞാൻ ഈശ്വര തുല്യ ബഹുമാനിക്കുന്ന എന്റെ കാരണവന്മാര്, ഗുരുക്കന്മാര് അവിടെ ഇരിക്കുന്നു. അവരുടെ മുന്നില് ഈ പ്രകാരത്തിൽ വന്ന് നിൽക്കാൻ എനിക്ക് സാധ്യമല്ല. പക്ഷെ ഇതാര് കേൾക്കാൻ? ദുശാസനാണെങ്കിൽ എത്രയും വേഗം പാഞ്ചാലിയെ അപമാനിതയാക്കിയിട്ട് വലിച്ചിഴച്ച് അവിടെ കൊണ്ട് തള്ളാനുള്ള ഉത്സാഹം. ദുശാസനൻ വലിച്ചിഴച്ച് അവിടെ കൊണ്ടുവന്നു. പാഞ്ചാലി നിലവിളിച്ചു, ഉറക്ക നിലവിളിച്ചു. വിതുരൻ വളരെയേറെ ക്ഷോഭിച്ചു ദുര്യോധനോട്. ഇത് അധർമ്മമാണ്, ഇത് വലിയ വിപത്തിന് കാരണമായി തീരും എന്ന് വിതുരൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. പക്ഷേ രാജാവ് അതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. മറ്റാർക്കും തന്നെ ഇത് പറയാനുള്ള ധൈര്യവും ഉണ്ടായിരുന്നില്ല. വിതുരൻ ഏത് സാഹചര്യത്തിലും സത്യം വിളിച്ചു പറയും. ധർമ്മത്തിന്റെ സുരക്ഷ, വംശത്തിന്റെ സുരക്ഷ, നാടിന്റെ സുരക്ഷ, അതാണ് വിതുരന് മുഖ്യം. തന്റെ ജീവിതവും തന്റെ സുരക്ഷിതത്വവും ഒന്നും വിതുരന് പ്രസക്തമേ അല്ല. വിതുരൻ സത്യം വിളിച്ചു പറഞ്ഞു. പക്ഷേ ആര് കേൾക്കാൻ, ആര് അനുസരിക്കാൻ? അവിടെ ഇരുന്ന മഹാരഥന്മാരോടെല്ലാം പാഞ്ചാലി ചോദിച്ചു, ഞാൻ ധർമ്മത്തിന്റെ വഴിയിലൂടെയാണോ ഇങ്ങനെ ജയിക്കപ്പെട്ടത്? ധർമ്മത്തിന്റെ വഴിയിലൂടെയാണോ ഞാൻ അടിമയാക്കപ്പെട്ടത്? പറയൂ പറയൂ എന്ന് ചോദിച്ചു. മഹാരാജാവ് ആദ്യം സ്വയം പണയപ്പെട്ടോ, അതിനുശേഷമാണോ എന്നെ പണയം വെച്ചത്? അതോ ആദ്യം എന്നെ പണയം വെച്ചുവോ? എന്നെ ഈ പ്രകാരത്തില് അടിമയാക്കുന്നതിൽ ധർമ്മം ഉണ്ടോ? ഇതെല്ലാം ചോദിച്ചു പാഞ്ചാലി, എല്ലാവരോടും ചോദിച്ചു. ഭീഷ്മൻ മാത്രം ചില കാര്യങ്ങൾ പറഞ്ഞു. അതിപ്പോ ഇവിടെ ഈ സന്ദർഭത്തില് പറയുന്നില്ല, വിശദീകരിക്കുന്നില്ല. കാരണം നമ്മളുടെ ചർച്ചയുടെ കേന്ദ്ര ബിന്ദുവിൽ നിന്നിട്ട് വഴുതിപ്പോകും. അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഭീഷ്മന്റെ ധർമ്മനിശ്ചയം. ആ അവസരത്തില് ബാക്കി ആരും തന്നെ ഒന്നും പറഞ്ഞില്ല. പലർക്കും പറയണമെന്നുണ്ടായിരുന്നു. പാഞ്ചാലി അടിമയല്ല എന്നുള്ളതിന് കാരണങ്ങൾ അണിനിരത്താനുണ്ട്. പക്ഷേ ദുര്യോധനനെ പേടിച്ച് അവർക്കാർക്കും പറയാൻ സാധ്യമായിരുന്നില്ല.
ദുശാസനശ്ചാവി സമീക്ഷ്യ കൃഷ്ണാം അവേക്ഷമാണാം കൃപണാൻ പതീംസ്താൻ ആധൂയ വേഗേന വിസജ്ഞകൽപ്പാം ഉവാചദാസീതി ഹസൻ സശബ്ദം. ഇങ്ങനെ അവിടെ ഇരിക്കുന്ന മഹാത്മാക്കളുടെയും എല്ലാം മുഖത്ത് നോക്കിക്കൊണ്ട് കരഞ്ഞ് നിലവിളിക്കുന്ന പാഞ്ചാലി ചോദിച്ചു. ആരും മറുപടി പറയുന്നില്ല. തന്റെ ഭർത്താക്കന്മാർ 5 പേര് ഈ ലോകം കണ്ട വലിയ പോരാളികളിൽ ഒന്നാമന്മാര്. അവരെ ജയിക്കാൻ ഈ ലോകത്ത് ആർക്കും സാധ്യമല്ല. അവരുടെ പരാക്രമം അതിനു മുമ്പ് അനേകം തവണ ലോകം കണ്ടിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ഭർത്താക്കന്മാര് അടിമകളാക്കപ്പെട്ടിരിക്കുന്നു. ഒന്നും ചെയ്യാൻ കഴിയാതെ അതീവ ദുഃഖത്തോടു കൂടിയിട്ട് അവർ അവിടെ നിശ്ചേഷ്ടരായിട്ട് പ്രതിമകൾ പോലെ ഇരിക്കുന്നു. അങ്ങനെയുള്ള ഭർത്താക്കന്മാരുടെ മുഖത്ത് നോക്കിക്കൊണ്ട് നിന്ന് കരയുന്ന പാഞ്ചാലി, അങ്ങനെയുള്ള പാഞ്ചാലി ഏതാണ്ട് ബോധം നഷ്ടപ്പെട്ടതിന് തുല്യമായ അവസ്ഥയിലായിരുന്നു പാഞ്ചാലി. ആ പാഞ്ചാലിയെ വളരെ ക്രൂരമായിട്ട് ദുശാസനൻ അവിടെയെല്ലാം തലമുടിക്ക് പിടിച്ച് വലിച്ച് ഇഴയ്ക്കുകയായിരുന്നു. അങ്ങനെ ദുശാസനൻ പാഞ്ചാലിയെ വലിച്ചിഴയ്ക്കുന്ന അവസരത്തില് കർണസ്തു തദ്വാക്യമതീവ ഹൃഷ്ട. ആ വാക്യം, ദുശാസനന്റെ വാക്യം കേട്ടിട്ട് ദുശാസനൻ എന്താ പറഞ്ഞത്? വാചദാസീതി ഹസൻ ശബ്ദം. നീ ദാസിയാണ്, നീ ദാസിയാണ് എന്നിങ്ങനെ ഉറക്കെ ചിരിച്ചുകൊണ്ട്, പൊട്ടിച്ചിരിച്ചുകൊണ്ട് ദുശാസനൻ ആർത്ത് അട്ടഹസിച്ച് ആ സഭാമണ്ഡപത്തിന്റെ ഉള്ളിൽ പാഞ്ചാലിയെ വലിച്ചയച്ച് ഓടി നടക്കുകയായിരുന്നു. അപ്പോഴേക്കും കർണന്റെ പ്രതികരണം, കർണസ്തു തദ്വാക്യമതീവ ഹൃഷ്ട സംപൂജയാമാസ ഹസൻ സശബ്ദം. ആ വാക്യം കേട്ടിട്ട് നീ ദാസിയാണ്, ദാസിയാണ് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ദുശാസനൻ പാഞ്ചാലിയെ ഉപദ്രവിക്കുന്നത് കണ്ടപ്പോഴേക്കും കർണൻ വളരെയേറെ സന്തോഷിച്ചു. എന്നിട്ട് ഉറക്കെ പൊട്ടിച്ചിരിച്ചു. ദുശാസനന്റെ ആ വാക്യങ്ങളെ, നീ ദാസിയാണ്, ദാസിയാണെന്നുള്ള അട്ടഹാസത്തെ കർണൻ വളരെയേറെ അനുമോദിച്ചു. അല്ലയോ ദുശാസന, നീ പറഞ്ഞത് ശരിയാണ് എന്നിങ്ങനെ കർണൻ വളരെയേറെ അനുമോദിച്ചു. അങ്ങനെ കർണന്റെ പിന്തുണ കൂടി കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ദുശാസനന്റെ അതിക്രമം വളരെയേറെ വർദ്ധിച്ചതായി തീർന്നു. ആ അവസരത്തില് ഭീമസേനൻ വളരെയേറെ ക്രോധിക്കുന്നുണ്ട് തന്റെ ജ്യേഷ്ഠനായ യുധിഷ്ഠിരനോട്. അദ്ദേഹം പാഞ്ചാലിയെ പണയം വെച്ചത് കൊണ്ടാണല്ലോ ഈ ദുരന്തം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഭീമസേനൻ ഇത് സഹിക്കാൻ കഴിയാതെ യുധിഷ്ഠിരനോട് കോപിക്കുന്നുണ്ട്. കർണൻ ആ അവസരത്തില് അതുകൂടി കണ്ട് സന്തോഷിച്ചു. കാരണം സഹോദരങ്ങൾ തമ്മിൽ കലഹിക്കുന്നല്ലോ. അങ്ങനെ താൻ വിജയിക്കുന്നു. കോപിച്ച ഭീമസേനനെ അർജുനൻ പല പ്രകാരത്തില് സമാധാനിപ്പിച്ചു. ബാല്യത്തിലെ തന്നെ കുന്തി ഭീമസേനോട് പറഞ്ഞ വാക്യം ഭീമസേനന്റെ ഹൃദയത്തില് എപ്പോഴും ഏറ്റവും വലിയ ആജ്ഞയായി നിലനിൽപ്പുണ്ട്. നിന്റെ പിതാവായിരിക്കുന്ന പാണ്ഡു എത്ര കണ്ട് ബഹുമാന്യനാണോ അതേ രീതിയിൽ ബഹുമാന്യനാണ് ഈ യുധിഷ്ഠിരൻ എന്ന് നീ മനസ്സിലാക്കിക്കൊള്ളണം. പാണ്ഡുവിനെ ആദരിക്കും പോലെ ആദരിച്ചു കൊള്ളണം. യുധിഷ്ഠിരന്റെ വാക്കുകളെ ഒരു കാരണവശാലും നീ അതിലംഘിച്ചു പോകരുത്. ഇത് എന്റെ ആജ്ഞയാണ്. നിന്റെ മറുപടി എനിക്ക് കേൾക്കേണ്ട കാര്യമില്ല. ഇടിമ്പ വനത്തിൽ വെച്ച് കുന്തി പറഞ്ഞ വാക്യമാണ്. നമ്മളതന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന അവസരത്തില് നമ്മളത് കേട്ടു.
അത് ജീവിതകാലം മുഴുവൻ ഭീമസേൻ പരിപാലിച്ചിട്ടുണ്ട്. എങ്കിലും ഈ ഘട്ടത്തിൽ ഭീമസേനൻ ഒന്ന് പൊട്ടിത്തെറിച്ചു യുധിഷ്ഠിരന്റെ നേരെ. പക്ഷെ അർജുനൻ സമാധാനിപ്പിച്ചു. ഭീമസേനന് സമാധാനിക്കേണ്ടി വന്നു. ആ അവസരത്തില് ദുര്യോധനന്റെ അനുജന്മാരുടെ കൂട്ടത്തിൽ വ്യത്യസ്തമായി ചിന്തിക്കുന്ന ഒരാളുണ്ട്, വികർണൻ. മഹാപരാക്രമിയാണ്, യോദ്ധാവാണ്, ജ്യേഷ്ഠന്റെ ആജ്ഞകളെല്ലാം അനുസരിക്കുന്നയാളാണ്. പക്ഷെ ജ്യേഷ്ഠന്റെ തീരുമാനങ്ങളോടും ജ്യേഷ്ഠന്റെ പ്രവർത്തന ശൈലിയോടും വികർണന് യോജിപ്പില്ല. വികർണൻ അതിനെല്ലാം പ്രകടമായി തന്നെ അരുത് എന്ന് ജ്യേഷ്ഠനോട് പറയും. പറഞ്ഞു കഴിഞ്ഞ ശേഷം ജ്യേഷ്ഠൻ എന്ത് ആജ്ഞാപിക്കുന്നുവോ അത് ചെയ്യുകയും ചെയ്യും. പക്ഷെ വിരോധം പ്രകടമാക്കിയിരിക്കും.